ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പുതുഞായറാണ്, ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായർ. മാർത്തോമ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ നമ്മുടെ പിതാവായി വണങ്ങുന്ന തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സുന്ദര സ്മരണകൾ അയവിറക്കുന്ന ദിവസം കൂടിയാണ്. എല്ലാവർക്കും പുതുഞായറിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ലേവ്യരുടെ പുസ്തകത്തിലെ ഈ ഭാഗം ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിശുദ്ധമായൊരു ബന്ധത്തിൻ്റെ സ്നേഹരേഖയാണ്. ഇവിടെ ദൈവം ഒരു നിയമദാതാവ് മാത്രമല്ല, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൂടാരമടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹയാത്രികനാണ്. ഈ ഭാഗത്തെ കാതലായ ചിന്ത ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ എന്ന ആശയത്തിൻ്റെ തുടക്കമാണ്. കല്ലിലും മരത്തിലും തീർത്ത നിർജീവ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അവൻ നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് തിരുവചനം പറയുകയാണ്. അടിമത്തത്തിൻ്റെ നുകം തകർത്ത് നമ്മെ നേരെ നിൽക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിമോചകൻ്റെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന യെശയ്യാ പ്രവചനം 44 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളിൽ താങ്ങുന്ന ദൈവത്തിൻ്റെ മാതൃവാത്സല്യമാണ് വെളിപ്പെടുന്നത്. മനുഷ്യൻ നിർമ്മിച്ച വിഗ്രഹങ്ങളും മനുഷ്യനെ നിർമ്മിച്ച ദൈവവും തമ്മിലുള്ള വ്യത്യാസമാണ് യെശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടുന്നത്. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ കൈവിടില്ല എന്ന ഉറപ്പാണ് ഈ തിരുവചനങ്ങളുടെ എല്ലാം അന്തസത്ത. പഴയ നിയമത്തിലെ ദൂരസ്ഥനായ ദൈവം പുതിയ നിയമത്തിൽ അത്യന്തം അടുത്തവനായി മാറുന്ന വിസ്മയമാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിലൂടെ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വചനം മാംസമായി എന്ന വലിയ രഹസ്യത്തിൻ്റെ സാക്ഷ്യപത്രമാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം. കേവലം ഒരു തത്വശാസ്ത്രമല്ല ക്രൈസ്തവ ജീവിതം, മറിച്ച് ഒരു വ്യക്തിയുമായുള്ള, അതായത് ഈശോ മിശിഹായുമായിട്ടുള്ള ഗാഢമായ അനുഭവമാണ് ക്രൈസ്തവ ജീവിതമെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അനാദി മുതലേയുള്ള വചനത്തെ തൊട്ടും കണ്ടും അനുഭവിച്ചറിഞ്ഞ ശിഷ്യൻ ആ അനുഭവം പങ്കുവയ്ക്കുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവവുമായുള്ള കൂട്ടായ്മയാണ് ഈ തിരുവചന വായനയുടെ മുഴുവനും കാതലായിട്ടുള്ള സന്ദേശം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം വെറുമൊരു വാക്കല്ല, അതൊരു സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ വിപ്ലവമാണ്. യഹൂദ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഷേമ ഇസ്രായേൽ, അതായത് ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവം ഏകനാകുന്നു എന്നതാണ്. ദൈവത്തിനൊരു രൂപമുണ്ടെന്നോ ദൈവം മനുഷ്യനായി അവതരിച്ചെന്നോ ചിന്തിക്കുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ച് അചിന്ത്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യഹൂദ പശ്ചാത്തലത്തിൽ വളർന്ന തോമ ഈശോയെ എലോഹിം, അതായത് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി താൻ വിശ്വസിച്ചു പോകുന്ന കടുപ്പമുള്ള നിയമങ്ങളെ സ്നേഹം കൊണ്ട് മറികടക്കുകയായിരുന്നു തോമ. അദൃശ്യനായ ദൈവത്തെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മുറിവേറ്റ മനുഷ്യനിൽ തോമ ദർശിച്ചു. അങ്ങനെ ശ്ലീഹന്മാരുടെ കൂട്ടത്തിൽ ഈശോയെ ദൈവമായി ഏറ്റുപറയുന്ന ആദ്യ വ്യക്തിയായിട്ട് തോമാസ് ശ്ലീഹ മാറുകയാണ്. യഹൂദ പശ്ചാത്തലത്തിൽ മുറിവേറ്റ ഒരു മനുഷ്യനിൽ ദൈവത്തെ കാണുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ടാണ് കഴുതപ്പുറത്ത് എഴുന്നള്ളിയവന് ജൈവിളികൾ മുഴക്കിയ ഇസ്രായേൽ ജനത്തിന് മുൾമുടി ചൂടി തകർന്നു നിന്നവനെ അംഗീകരിക്കാനാവാതെ പോയത്. ഈശോ എന്ന വ്യക്തി മുറിവുകളോടുകൂടി കുരിശിൽ അവസാനിച്ചുവെന്ന് വിശ്വസിക്കാനും കരുതുവാനുമായിരുന്നു ആ സമൂഹത്തിന് ഇഷ്ടം. ഇങ്ങനെ കരുതി ജീവിച്ചിരുന്ന ആ സമൂഹത്തിൻ്റെ മുൻപിലാണ് തോമ മുറിവേറ്റവനെ കാണാൻ ശാഠ്യം പിടിക്കുന്നത്. ഒരുപക്ഷെ മുറിവേറ്റു പരാജയപ്പെട്ടവൻ എന്ന ലോകത്തിൻ്റെ പരിഹാസങ്ങൾ തോമസിനെയും അവൻ്റെ വിശ്വാസത്തെയും ഉലച്ചിരുന്നിരിക്കാം. തോമായുടെ സംശയം ഒരു കുറ്റമല്ല, മറിച്ച് ഉറപ്പില്ലാത്തൊരു വിശ്വാസത്തിനുമേൽ പടുത്തുയർത്താൻ അവൻ തയ്യാറായില്ല എന്നതാണ്. വിശ്വാസം എന്നത് അറിവിൻ്റെ അഭാവമല്ല, മറിച്ച് അനുഭവിച്ച് ഉറപ്പിക്കേണ്ട ഒന്നാണെന്ന് തോമാസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. തോമായെ സംബന്ധിച്ച് കേട്ടുകേൾവികൾ കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാത്ത വിധം തീവ്രമായിരുന്നു ഈശോയോടുള്ള സ്നേഹം. മറ്റു 10 പേരും തങ്ങൾ ഗുരുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമ തൻ്റെ ഹൃദയത്തോട് സത്യസന്ധമായി നിന്നു. ഉള്ളിൽ സംശയമുണ്ടായിരിക്കെ പുറമേ വിശ്വാസം അഭിനയിക്കാൻ തോമ തയ്യാറായില്ല. ഉറപ്പില്ലാത്ത തറയിൽ വിശ്വാസത്തിൻ്റെ കൊട്ടാരം പണിയാൻ തോമ തയ്യാറായില്ല എന്നത് തോമായുടെ അവിശ്വാസമോ വീഴ്ചയോ അല്ല, മറിച്ച് തോമായുടെ ആത്മീയ പക്വതയാണ്. തോമായുടെ സംശയം
വിശ്വാസത്തിൻ്റെ വിപരീത പദമല്ല, മറിച്ച് വിശ്വാസത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ആഴത്തിൽ വേരോടിയ ഒരു വിശ്വാസം രൂപപ്പെടണമെങ്കിൽ സംശയത്തിൻ്റെ മണ്ണിൽ അല്പനേരം ആ വിത്ത് കിടക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെയും മുറിവുകളെയും തോൽവികളായി കാണരുത് എന്ന വലിയൊരു പാഠം തോമ നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ മുറിവുകൾ ലോകരക്ഷയുടെ അടയാളമായതുപോലെ തോമാശ്ലീഹായുടെ സംശയം ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനത്തിന് കാരണമായതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും അസ്വസ്ഥതകളും ദൈവമഹത്വത്തിനായി ദൈവം കരുതി വയ്ക്കുന്ന സാധ്യതകളാണ്. ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ ഈ പുതുഞായർ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായറായിട്ട് മാറും. വിശ്വാസ വഴിയിലെ നമ്മുടെ സംശയങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അവയെ ആത്മാർത്ഥമായി മിശിഹായിലേക്ക് എത്തിച്ചാൽ അവൻ തൻ്റെ മുറിവുകൾ നമുക്കും കാണിച്ചു തരും. അന്ധമായി വിശ്വസിക്കുന്നവരെക്കാൾ അറിഞ്ഞു വിശ്വസിക്കുന്ന തോമായെയാണ് ഉത്തിതനായ മിശിഹായ്ക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ആ വിശ്വാസത്തിനെ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കരുത്തുള്ളൂ. ലോകത്തിൻ്റെ സ്വരങ്ങൾക്ക് മുൻപിൽ പതറി അതിൻ്റെ മുമ്പിൽ തകർക്കപ്പെടുമ്പോഴാകാം ഈശോ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോകം പുലർത്തിയ ചിന്തകളും കെട്ടിച്ചമച്ച കഥകളുമെല്ലാം അസത്യങ്ങളാണെന്നും മുറിവേറ്റത് മുഴുവൻ ലോകത്തെ രക്ഷിക്കാനായിരുന്നുവെന്നും ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ തോമായെ ഈശോ അനുവദിക്കുകയാണ്. ഈശോയുടെ വാക്കുകൾ കാലത്തിൻ്റെ ചുവരുകളിൽ സത്യമായി തീർന്നു എന്നുള്ള പ്രഖ്യാപനമായിരുന്നു തോമായുടെ ഈ പ്രവൃത്തി. ലോകം ഈശോയുടെ മുറിവുകളെ വലിയ തോൽവിയായി കണ്ടപ്പോൾ തോമ അതിനെ ഒരു തിരിച്ചറിയൽ കാർഡാക്കി മാറ്റി. മുറിവേറ്റവൻ, കുരിശിൽ മരിച്ചവൻ ഉത്ഥാനം ചെയ്തുവെന്ന് തെളിവുകൾ നിരത്തി തോമ പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ശിഷ്യൻ്റെ ആത്മാർത്ഥതയുടെ സ്വരമാണ് ഇവിടെ നാം കാണുന്നത്. തോമ ഈശോയുടെ മുറിവുകളിൽ സ്പർശിച്ചപ്പോൾ അവൻ മുറിവേറ്റവനാണെന്നും ആ മുറിവുകൾ സ്നേഹത്തിൻ്റെ മുദ്രകളാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഉത്തിതനായ ഈശോയുടെ ശരീരത്തിലെ മുറിവുകൾ സ്നേഹത്തിൻ്റെ അന്തിമ മുദ്രകളാണ്. തോമ ആ മുറിവുകളെ തൊട്ടപ്പോൾ അവനിൽ ജ്വലിച്ചിരുന്ന യുക്തിയുടെ വിളക്കുകൾ അണയുകയും സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും വിശ്വാസത്തിൻ്റെ സൂര്യോദയം സംഭവിക്കുകയും ചെയ്തു. എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ ശ്രമിക്കുന്ന ആധുനിക ലോകത്തിന് തോമ നൽകുന്ന പാഠം കൃത്യമാണ്. യുക്തിയിലൂടെ നമുക്ക് ദൈവത്തെ തിരയാം, എന്നാൽ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയൂ. പുതുഞായറിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് എന്ന് ഞാൻ കരുതുകയാണ്. തോമാശ്ലീഹായുടെ ഈ വാക്കുകൾ ഒരു അവിശ്വാസിയുടെ ചോദ്യമല്ല, മറിച്ച് സത്യത്തിൻ്റെ അങ്ങേയറ്റം സ്പർശിക്കാൻ ആഗ്രഹിച്ച ഒരു പാവ മനുഷ്യൻ്റെ ഹൃദയമിടിപ്പുകളാണ്. മനുഷ്യപുത്രൻ വിജാതിയർ കേൾപ്പിക്കപ്പെടും, അവർ അവനെ വധിക്കും, മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സമയത്ത് പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തോമയുടെ ഓർമ്മയിലുണ്ട്. അതൊരു കേവലം ഒരു പ്രതീകാത്മക വാക്കുകളായിട്ടല്ല തോമ കണ്ടത്. ഈശോയുടെ മരണം കണ്ടപ്പോൾ തോമസിൻ്റെ ഹൃദയം തകർന്നു. ഗുരു പറഞ്ഞ മരണത്തിൻ്റെ ഭാഗം സത്യമായെങ്കിൽ ഉത്ഥാനത്തിൻ്റെ ഭാഗവും സത്യമാകണം. ആ സത്യത്തെ വെറൊരു വാർത്തയായി കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, മറിച്ച് അതൊരു അനുഭവമായി മാറണമെന്ന തീവ്രതയാണ് അദ്ദേഹത്തെ നയിച്ചത്. ആ സ്പർശനമാണ് തോമസിനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന അത്യുന്നത പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്. യഹൂദ നിയമം അനുസരിച്ച്, അതായത് തോറ, ഏതൊരു കാര്യവും സത്യമാകാൻ വിശ്വസനീയമായ സാക്ഷികൾ വേണം. മറ്റുള്ളവർ കണ്ടു എന്നത് തോമസിനെ സംബന്ധിച്ച് രണ്ടാംകിട അറിവായിരുന്നു. സ്വന്തം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. തോമ വെറുമൊരു സംശയാലു ആയിരുന്നില്ല, മറിച്ച് സത്യസന്ധനായ അന്വേഷിയായിരുന്നു. ഈശോയെ കല്ലെറിയാൻ കാത്തിരുന്നവരുടെ അടുത്തേക്ക് ഈശോ പോകാൻ തുടങ്ങിയപ്പോൾ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ തോമാശ്ലീഹ പറയുന്നുണ്ട്. ഈ തീക്ഷ്ണതയോടുകൂടി തോമ പറഞ്ഞത് അപകടകരമായ സാഹചര്യങ്ങളിൽ ഈശോയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചത് തോമയായതുകൊണ്ടാണ്. ഈശോയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചവനും മറ്റു സ്ലീഹന്മാരെ അതിനായി പ്രചോദിപ്പിച്ചതിനും തോമാശ്ലീഹയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അന്ത്യത്താഴ വേളയിൽ താൻ പോകുന്ന ഇടത്തെക്കുറിച്ചും അവിടേക്കുള്ള വഴിയെക്കുറിച്ചും ഈശോ സംസാരിക്കുമ്പോൾ, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ച് കൃത്യത വരുത്തുന്നതും തോമയാണ്. ഇതാണ് തോമാശ്ലീഹായുടെ ശൈലി. സത്യം നേരിട്ട് ബോധ്യപ്പെട്ട് അതിനെ വിജയത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നത്. പകുതി വഴിയിൽ നിൽക്കുന്ന വിശ്വാസം അദ്ദേഹത്തിന് അന്യമായിരുന്നു. ആ തീവ്രതയാണ് വിരലുകൾ കൊണ്ട് മുറിവിൽ സ്പർശിക്കണമെന്ന വാശിയിലേക്ക്
തോമാസ്ലീഹായെ നയിച്ചത്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ തോമാസ്ലീഹ, സത്യം അന്വേഷിക്കുന്ന സ്ലീഹ, ഈശോയെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ സ്ലീഹ, ഇതാണ് തോമാസ്ലീഹ. ഈ സ്ലീഹായെയാണ് പുതുഞായർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈശോയ്ക്കായി മരിക്കാൻ തയ്യാറായ തീഷ്ണതയും സത്യത്തെ അണയാതെ സൂക്ഷിച്ച അന്വേഷണ ബുദ്ധിയും അവനെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ ആത്മവിശ്വാസവുമാണ് തോമാസ്ലീഹായെ വ്യത്യസ്തനാക്കുന്നത്. ഈ പുതുഞായർ നമുക്കും തോമായുടെ മാർഗം തുടരാനുള്ള നല്ല അവസരമാക്കി മാറ്റാം. നമ്മുടെ സംശയങ്ങളെല്ലാം ദൈവാനുഭവത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഈ വിളി നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റല് കൊള്ളട്ടെ. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുഞായറിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു.